ദിവ്യ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമാവുകയാണ്. സംസ്ഥാനത്തിന്റെ മലയോര മേഖലകളിൽ പലയിടങ്ങളിലും കടുവയും ആനയും പുലിയും കരടിയും ഒക്കെയായി ഓരോ ദിവസവും ഇത്തരത്തിൽ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൺമുന്നിൽ ഏറ്റവും ഒടുവിലുള്ളത് വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ട സംഭവം നമ്മുടെ കൺമുന്നിലുണ്ട്. അങ്ങനെ നിരവധിയായ സംഭവ വികാസങ്ങളിലൂടെ കടന്നുപോകുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ UDFന്റെ ഒരു മലയോര സമര പ്രചരണ ജാഥയ്ക്ക് തുടക്കമാവുന്നത്. പ്രധാനമായും കാർഷിക മേഖലയിലെ വിഷയങ്ങൾ കൃത്യമായി ഊന്നിക്കൊണ്ട് അത്തരം മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു ജാഥ UDF സംഘടിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ഈ വന്യജീവി സംഘർഷം, വന്യജീവി പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുക, ഒപ്പം ബഫർ സോൺ വിഷയത്തിൽ ഒരു കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാവുക, ഒപ്പം ഈ കാർഷിക മേഖലയിൽ വലിയ തോതിലുള്ള വിഷയങ്ങളുണ്ട്, വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട്, അത്തരം കാര്യങ്ങളുണ്ട്. അതിൽ ആ വിഷയങ്ങളിൽ പരിഹാരമുണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിനൊപ്പം ഈ കരട് നിയമം ഉണ്ടായിരുന്നു, വന നിയമ ഭേദഗതി, കരട് നിയമം. ആ കരട് നിയമം പിൻവലിക്കുക എന്നൊരു മുദ്രാവാക്യം കൂടി ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സംസ്ഥാന സർക്കാർ ഇതിനോടകം തന്നെ ആ ബില്ല് പിൻവലിച്ചിരിക്കുന്നു. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഈ ജാഥ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭാഗികമായി അത് വിജയിച്ചു എന്ന ഒരു ആത്മവിശ്വാസമാണ് അല്ലെങ്കിൽ UDF നേതൃത്വം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ പല കാരണങ്ങളുണ്ട്. അതിനൊപ്പം ഇതിനൊരു രാഷ്ട്രീയ പ്രസക്തി കൂടിയുണ്ട്, രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് ഈ ജാഥയ്ക്ക്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ മലയോര മേഖലകളിൽ കാർഷിക പ്രശ്നങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു സമര പരമ്പരയ്ക്ക് തുടക്കമിടുന്നു UDF എന്നുള്ളത് അവർ ഈ തെരഞ്ഞെടുപ്പിലേക്ക് അതിനുവേണ്ടിയുള്ള ഒരു ആദ്യ പടി എന്ന നിലയ്ക്ക് കൂടി ഈ ജാഥയെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. UDFനെ ഒന്ന് ഉണർത്തുക എന്നുള്ളൊരു ലക്ഷ്യം അതിനകത്തുണ്ട്. മറ്റൊന്ന്, കേരള കോൺഗ്രസ് എം അതിൽ അവരുടെ ഒരു മുന്നണി മാറ്റവും മറ്റു കാര്യങ്ങളും ഒക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് അത്തരം ചില വിഷയങ്ങൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി. അതിനിടയിലാണ് കേരള കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള മേഖലകളിലൂടെ കാർഷിക വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ജാഥ സംഘടിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഈ ജാഥ നിലമ്പൂരിലെത്തുമ്പോൾ അവിടെ PV അൻവർ ഈ ജാഥയ്ക്കൊപ്പം ഉണ്ടാകുമോ എന്നൊരു ചോദ്യമാണ്. PV അൻവർ ജാഥയ്ക്കൊപ്പം ഉണ്ടായാൽ തന്നെ അതിനുശേഷം പിന്നീട് അൻവർ UDFന്റെ പാളയത്തിലേക്ക് UDFന്റെ ഒപ്പം അൻവറിനെ കൂടി ചേർത്ത് പിടിക്കുമോ UDF എന്നൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. UDF പ്രവേശനം കാത്ത് അൻവർ കത്ത് കൊടുത്ത് കാത്തിരിക്കുന്ന ഒരു സമയമൊക്കെയാണ്. സ്വാഭാവികമായും ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ പൊതുവെ പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കോൺഗ്രസിനുള്ളിൽ വലിയ ആഭ്യന്തര സംഘർഷങ്ങളൊക്കെ ഇങ്ങനെ ശക്തമായി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. VD സതീശനും K സുധാകരനും തമ്മിലുള്ള തർക്കങ്ങൾ, ആഭ്യന്തര വിഷയങ്ങൾ, KPCC അധ്യക്ഷനെ മാറ്റുമെന്നുള്ള ചില ഊഹാപോഹങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന സമയത്താണ് KC വേണുഗോപാലും K സുധാകരനും VD സതീശനും ഒന്നിച്ച് ഒരു വേദി പങ്കിടുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരുപക്ഷെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം, ഈ സതീശൻ സുധാകരൻ പോര് വാർത്തകളൊക്കെ പുറത്തു വന്നതിന് ശേഷം ഇതുവരെ സുധാകരനും സതീശനും ഒരുമിച്ചൊരു വേദി പങ്കിട്ടിട്ടില്ല. അതാണ് സതീശൻ നയിക്കുന്ന ജാഥയ്ക്ക് സുധാകരൻ അധ്യക്ഷനായിക്കൊണ്ട് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും അങ്ങനെ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട്. ഒപ്പം ഈ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളിൽ ഊന്നിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ചുവട് മുന്നോട്ട് വെക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ജാഥയുമായി ബന്ധപ്പെട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിൽ മുന്നോട്ട് പോകും. നമുക്ക് ഈ സന്ദീപ് വാര്യരുടെ ഒരു പ്രതികരണം കൂടി എടുത്ത് പോകാം. കാരണം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധിയായ നേതാക്കൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സന്ദീപ് വാര്യർ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കോൺഗ്രസിൻ്റെ പരിപാടി പങ്കെടുക്കാനായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. കണ്ണൂർ കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം കണ്ണൂരിലെ ആദ്യത്തെ പരിപാടിയാണ്. അതായത് ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് ഈ ജാഥയ്ക്ക്. കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ജാഥ മുന്നോട്ട് പോകുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഈ കാർഷിക മേഖലയിലൂടെ ഒരു ജാഥ കോൺഗ്രസ് UDF മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രസക്തി എന്താണ്? തീർച്ചയായിട്ടും അതിൽ പൊളിറ്റിക്സ് ഉണ്ട്, രാഷ്ട്രീയമുണ്ട്. അതിലുപരിയായിട്ട് മനുഷ്യൻ്റെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു ജീവിത പ്രശ്നം, ആ ജീവിത പ്രശ്നം ഉയർത്തിപ്പിടിക്കാൻ ഇന്ന് കേരളത്തിലെ മറ്റാരുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് UDF ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇന്നലെയും അവിടെ വയനാട്ടിൽ കടുവ പിടിച്ച് ഒരു സ്ത്രീയെ കൊന്ന സംഭവം ഉണ്ടായി. പാലക്കാട് ജില്ലയിൽ ഇന്നലെ പല സ്ഥലങ്ങളിലും കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് കേരളത്തിൽ ഈ വന്യമൃഗശല്യമില്ലാത്ത ഒരു മേഖലയും ഇല്ല എന്നുള്ള സ്ഥിതിയാണ്. അപ്പം ഈ ഒരു കാലത്ത് വനവുമായിട്ട് അല്ലെങ്കിൽ വനമേഖലയിൽ പോയിട്ടൊക്കെ മല്ലിട്ട് അവരുടെ ജീവിതം പടുത്തുയർത്തിയിട്ടുള്ള ഒരുപാട് മനുഷ്യർ ഉണ്ട്. ഇപ്പോൾ വനമേഖലയിലല്ല, വനമേഖലയിൽ നിന്ന് പുറത്തേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് ആ ജനങ്ങളെ സംരക്ഷിക്കാൻ നഗരമേഖലയിലൂടെയാണ് ഇപ്പോൾ പലപ്പോഴും ഈ വന്യമൃഗങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള പ്രൈമറി ആയിട്ട്
സർക്കാരിൻ്റെ ബാധ്യതയാണ്. അത് നിർവഹിക്കാൻ തയ്യാറാകുന്നില്ല സംസ്ഥാന സർക്കാർ. വേണ്ടത്ര കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നില്ല എന്നൊരു പരാതി ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് UDFിൻ്റെ ബാധ്യതയാണ്. UDF അത് ഏറ്റെടുക്കുന്നു. UDFുമായി ചേർന്ന് നിൽക്കുന്ന വലിയൊരു ജനസമൂഹമാണ് ഈ മലയോര മേഖലയിൽ ഉടനീളം ഉള്ളത്. അത് കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ UDFുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു അധ്വാനിക്കുന്ന ഒരു കൃഷി ഉപജീവന മാർഗമായിട്ടുള്ള ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സങ്കീർണമായ ഒരു ജീവിത പ്രശ്നം ഏറ്റെടുക്കുക എന്നുള്ള രാഷ്ട്രീയം കൂടി ഇതിലുണ്ട്. തീർച്ചയായിട്ടും ആ ജനതയുടെ മുഴുവൻ പിന്തുണ ഈ യാത്രയ്ക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഈ ജാഥ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴേക്കും ഈ കാർഷിക പ്രശ്നങ്ങളിൽ ഊന്നിക്കൊണ്ടിരിക്കുന്ന പല പാർട്ടികളുണ്ട്, പല സംഘടനകളുണ്ട്. അവരിലേക്ക് എന്തെങ്കിലും ഒരു പിന്തുണയോ ഒരു കടന്നുവരവോ ഒക്കെ UDFിനൊപ്പം ഉണ്ടാവുക? ഞാൻ നോക്കും അതിന് ഒരു പ്രഡിക്ഷൻ നടത്തിയല്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു വലിയ പിന്തുണ ഈ യാത്രയ്ക്കുണ്ട്. ഇത് ദീർഘകാലമായി ജനങ്ങളുടെ ആവശ്യമാണ്. ഇത്തരത്തിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് കേരളത്തിൽ സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കുന്ന ഒരു പ്രതികരണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന ആവശ്യം ജനങ്ങളുടെ ആവശ്യമാണ്. പ്രത്യേകിച്ച് എത്രയോ കഴിഞ്ഞൊരു 3-4 വർഷത്തിൽ മാത്രമല്ല, നിരന്തരം ഓരോ ദിവസം നിങ്ങൾ തന്നെ എത്ര വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾ നിത്യേന തെരുവുകളിലിറങ്ങി അവരുടെ ജീവിതം പാടെ ബുദ്ധിമുട്ടിയ അവസ്ഥയിലാണ്. അപ്പോൾ അവരെല്ലാം തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. പലപ്പോഴും സംഘർഷങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ വലിയ സങ്കീർണമായ ജീവിത പ്രശ്നം നേരിടുന്ന കുറേ മനുഷ്യരാണ്. അവർക്ക് വേറെ എവിടെ പോകാൻ സാധിക്കും? ആ നിയമങ്ങൾക്ക് മേൽ നിയമങ്ങൾ കൊണ്ടുവന്ന് മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുത്തിയിട്ട് ഇങ്ങനെ നിയമങ്ങൾ കൊണ്ടുവന്ന് എല്ലാ നിയമങ്ങളും വന്യമൃഗങ്ങൾക്കും വനത്തിനും മാത്രം അനുകൂലമായാൽ മതിയോ? മനുഷ്യർക്ക് ജീവിക്കണ്ടേ? അവിടെ ജീവിക്കുന്ന ഇപ്പോൾ ബത്തേരി ടൗണിൽ ജീവിക്കുന്ന മനുഷ്യരോ അതല്ലെങ്കിൽ മാനന്തവാടി ടൗണിൽ ജീവിക്കുന്ന മനുഷ്യരോ കട്ടപ്പന ടൗണിൽ ജീവിക്കുന്ന മനുഷ്യരോ ഒക്കെ അവരേതെങ്കിലും വനഭൂമി വെട്ടിപ്പിടിച്ച ആളുകളൊന്നും അല്ലല്ലോ. അവർ തലമുറകളായി അവിടെ ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അവരെയെല്ലാം ഈ ബഫർ സോണിലൊക്കെ ഉൾപ്പെടുത്തി ബുദ്ധിമുട്ടിക്കണമെന്ന് ആർക്കാണ് ഇത്ര നിർബന്ധമുള്ളത്? അവരൊക്കെ ജീവിതം തകർക്കണം എന്നാർക്കാ നിർബന്ധമുള്ളത്? അവരെല്ലാം തലമുറകളായി ജീവിക്കുന്നു. അവിടെ അവരുടെ സ്വത്തുവകൾ മാത്രമല്ല, സർക്കാരിൻ്റെ കെട്ടിടങ്ങളടക്കം ഇത്തരം ബഫർ സോണുകളിൽ വരില്ലേ? അപ്പോൾ അതൊക്കെ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതെ നിയമങ്ങൾ വാസ്തവത്തിൽ മനുഷ്യരെ സംരക്ഷിക്കാനല്ലേ, പൗരന്മാരെ സംരക്ഷിക്കാനല്ലേ വേണ്ടത്? മനുഷ്യരെ ഉപദ്രവിക്കാനല്ലോ ഇത്തരം നിയമങ്ങളൊക്കെ വേണ്ടത്. അപ്പോൾ ജനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് സർക്കാരുകളും പോകണം. ആത്യന്തികമായി പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് നാട്ടിലെ പൗരന്മാരുടെ ജീവിതത്തിന് സുരക്ഷ കൊടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം. ഓക്കെ, തീർച്ചയായും. താങ്ക് യു. അപ്പോൾ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി, കർഷകന്റെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് UDF ഇത്തരത്തിലൊരു സമര ജാഥയുമായി രംഗത്തേക്ക് ഇറങ്ങുന്നതെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. സ്വാഭാവികമായും അത് വലിയ അലയൊലികൾ ഉണ്ടാക്കും, UDFിന് പുതിയ ശക്തിയും ഊർജ്ജവും നൽകും എന്നൊരു പ്രതീക്ഷ കൂടിയാണ്. കരുവഞ്ചാലിൽ വെച്ച് വൈകിട്ട് 5 മണിക്കാണ് യാത്ര ആരംഭിക്കുക. KC വേണുഗോപാൽ MP യാണ് യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. മലയോര മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം ഉയർത്തിക്കാട്ടിയാണ് VD സതീശൻ നയിക്കുന്ന UDFിന്റെ സമര പ്രചാരണ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകുന്നത്.